പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 9-ാം തിരുവചനം. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. മറ്റുള്ളവർ നമ്മോട് ചെയ്യുന്നതിന് അതേ തീവ്രതയിൽ തിരികെ മറുപടി കൊടുക്കുന്നത് മനുഷ്യരുടെ പ്രവണതയായിരിക്കെ ഈശോ അതിന് വിപരീതമായ സമീപനം നമുക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങളെ നിന്ദിക്കുന്നവർക്ക്, വേദനിപ്പിക്കുന്നവർക്ക് ഒരു അനുഗ്രഹമായി മാറുവാൻ നിങ്ങൾക്ക് സാധിക്കണം എന്ന സന്ദേശം. ഈശോ സ്വന്തം ജീവിതത്തെ വാഴ്ത്തി വിഭജിച്ച് നമുക്ക് തന്നപ്പോൾ പരിശുദ്ധ കുർബാനയാകുന്ന ദിവ്യാനുഗ്രഹമായി അത് മാറി. നമ്മളും അനുഗ്രഹമാകാനും അനുഗ്രഹമേകാനും വിളിക്കപ്പെട്ടവരാണ്. ഉള്ളിൽ ഒരു കുന്നോളം വേദനകൾ ഏറ്റുവാങ്ങുമ്പോഴും തിരികെ അനുഗ്രഹം കൊടുക്കുവാൻ ഈശോയ്ക്ക് കഴിഞ്ഞു. നിന്റെ കുടുംബത്തിന്, നിന്നെ സമീപിക്കുന്നവർക്ക്, നീ കണ്ടുമുട്ടുന്നവർക്ക് ഒരു അനുഗ്രഹമായി മാറാൻ കഴിയുമ്പോൾ ജീവിതം ബലിയായി മാറും. ഈശോയുടെ ബലി പോലെ ഒരു അനുഗ്രഹമായി മാറും. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.